മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാലിന് രാഷ്ട്രം ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നൽകി ആദരിച്ചിരിക്കുന്നു. സാധാരണ പ്രായമായി റിട്ടയർ ചെയ്ത കലാകാരന്മാർക്കാണ് അവാർഡ് നൽകാറ്. ഇത്തവണ അതിനൊരു മാറ്റം വന്നിരിക്കുന്നു. തികച്ചും അർഹമായ അംഗീകാരമാണ് ലാലേട്ടനും മലയാളത്തിനും ലഭിച്ചിരിക്കുന്നത്. എല്ലാ മലയാളിക്കും അഭിമാനിക്കാം, അഹങ്കരിക്കാം. ലാലേട്ടന് അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ഈ വിഷയമല്ല സംസാരിക്കുന്നത്. മോഹൻലാലിൻ്റെ അഭിനയത്തിലെ മോഹൻലാൽ തന്നെ പറയുന്ന ഒരു പ്രത്യേക അഭിനയ രീതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. ദൃശ്യം എന്ന മലയാള സിനിമ മലയാളികൾ ഒരിക്കലും മറക്കില്ലാത്ത ഒരു സിനിമയാണ്. കാണികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളും സംഭവഗതികളും ഒളിപ്പിച്ചു വെച്ച ഒരു സിനിമയായിരുന്നു ദൃശ്യം. അതുകൊണ്ട് തന്നെ ദൃശ്യത്തിന് പകരം വയ്ക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ആ ജോണറിൽ ഉള്ള സിനിമകൾ മലയാളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. മോഹൻലാലിൻ്റെ ജോർജ് കുട്ടി എന്ന കഥാപാത്രമായുള്ള അഭിനയം അല്പം കുഴപ്പം പിടിച്ചതായിരുന്നു. ഇത് മോഹൻലാൽ തന്നെ പറയുന്നതാണ്. കാണികളായ നമുക്ക് തോന്നാത്തത് എന്നാൽ മോഹൻലാലിന് അറിയാമായിരുന്ന, ദൃശ്യത്തിലെ ജോർജ് കുട്ടിക്ക് അറിയാമായിരുന്ന ആ സംഗതി എന്തായിരുന്നു? ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ ആ അഭിനയത്തിലെ കുഴപ്പം എന്തായിരുന്നു എന്ന് മോഹൻലാലിൻ്റെ തന്നെ വാക്കുകളിൽ നമുക്ക് കേൾക്കാം. Now you have acted in many grey shaded characters. When you're approaching this character, again, I know you're saying that Prithviraj is very precise and he's telling you what to do and all that. But is there something that you also feel I should do something different from the other grey shaded characters? Like George Gutti, like Drishyam, if you ask me, I don't know him. Such a clever guy, I don't know the real. See, the actor doesn't know the character is a very strange thing, because when I did Drishyam 2, you cannot show the real emotions. You have to camouflage and act. Yeah. Because if you show the real emotions, then you will be caught. Yeah. So opposite acting you should give. Yeah. Seriously, if you are asking, that's a very strange phenomena, like George Gutti. He has to hide everything and he has to pretend throughout the film. And people should understand that he is telling the truth, but he is not telling the truth. മോഹൻലാൽ പറഞ്ഞത് കേട്ടില്ലേ? ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടി ഏകദേശം 5 മാസങ്ങൾക്ക് മുമ്പ് ശ്രീ ഭരദ്വാജ് രംഗനായിരുന്നു മോഹൻലാലിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ എടുത്തത്. 45 മിനിറ്റോളം ഉണ്ടായിരുന്ന ആ ഇൻ്റർവ്യൂവിൽ നിന്നും വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ കണ്ടത്. ഭരദ്വാജ് രംഗൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായി എന്താണ് മോഹൻലാൽ പറഞ്ഞത്? ഭരദ്വാജ് രംഗൻ്റെ ചോദ്യം ഇതായിരുന്നു: നിങ്ങൾ ഒട്ടേറെ ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഈ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ മറ്റു ഗ്രേ ഷെയ്ഡഡ് കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നോ എന്ന്. അതിന് മോഹൻലാൽ പറയുന്ന ഒരു ഉത്തരം വളരെ സ്പോണ്ടേനിയസായി വന്നതായിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: അത് നമ്മൾ എങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ മോൾഡ് ചെയ്യുന്നത് പോലെ ഇരിക്കും. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും. ഇപ്പോൾ ദൃശ്യത്തിലെ ജോർജ് കുട്ടി, എനിക്കറിയില്ല റിയൽ ജോർജ് കുട്ടിയെ. അയാൾ വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ്. ആക്ടർക്ക് തന്നെ കഥാപാത്രത്തെ മനസ്സിലാകാത്തത് വിചിത്രമായി തോന്നിയേക്കാം. കാരണം ദൃശ്യം 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ ഇമോഷൻസ് കാണിക്കുവാൻ പറ്റുകയില്ല. ആക്ടർക്ക് ക്യാമൂഫ്ലാഷ് ചെയ്തേ ആക്ട് ചെയ്യുവാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ റിയൽ ഇമോഷൻസ് കാണിച്ചാൽ നിങ്ങൾ പിടിക്കപ്പെടും. അപ്പോൾ അവിടെ ഓപ്പോസിറ്റ് ആക്ടിംഗ് ആണ് ഒരാൾ കൊടുക്കേണ്ടത്. ഇത് വളരെ വിചിത്രമായ പ്രതിഭാസമാണ്. ജോർജ് കുട്ടിക്ക് എല്ലാം ഒളിച്ചു വെക്കുകയും വേണം. സിനിമയിലുടനീളം അയാൾക്ക് പ്രിറ്റൻഡ് ചെയ്യേണ്ടതായും വരുന്നു. പക്ഷേ ആൾക്കാർക്ക് അയാൾ സത്യമാണ് പറയുന്നത് എന്ന് തോന്നുകയും വേണം. പക്ഷേ അയാൾ സത്യമല്ല പറയുന്നത്. ഇതായിരുന്നു മോഹൻലാൽ പറഞ്ഞത്. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. മോഹൻലാൽ പറഞ്ഞ ഈ കാര്യങ്ങൾ പല ഭാഗങ്ങളായി നമ്മൾ കുറച്ചൊന്ന് അനലൈസ് ചെയ്താൽ ഇത് കുറച്ചുകൂടി വ്യക്തമാകും. മോഹൻലാൽ ജോർജ് കുട്ടിയെക്കുറിച്ച് പറയുന്നത് ഐ ഡോണ്ട് നോ സച്ച് എ ക്ലവർ ഗൈ, ഐ ഡോണ്ട് നോ ദ റിയൽ എന്നാണ് പറയുന്നത്. ഇത് ആ ഒരു സംഭാഷണത്തിൽ മാത്രമല്ല, സിനിമയെ സംബന്ധിച്ചും വളരെ ക്രൂഷ്യലായ ഒരു പോയിൻ്റാണ്. ഇവിടെ മോഹൻലാൽ പറയുന്ന ഐ ഡോണ്ട് നോ എന്നത് ഒരു സ്ട്രാറ്റജിക് ആംബിഗ്വിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത്. ഐ ഡോണ്ട് നോ എന്ന് പറയുന്നത് അറിവില്ലായ്മയുടെ ഒരു ലിറ്ററൽ അഡ്മിഷൻ അല്ല. പകരം ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ, അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകംപ്ലീറ്റ്നെസ് ആണ് എന്ന്. മോഹൻലാൽ തന്നെ പറയുന്നു തൻ്റെ കഥാപാത്രത്തിന് മനഃപൂർവ്വമായി സൃഷ്ടിച്ചെടുത്ത ഒരു അപൂർണത ഉണ്ടെന്ന്. ജോർജ് കുട്ടിയുടെ കയ്യിലുള്ള എല്ലാ കാർഡും ജോർജ് കുട്ടി ഇറക്കുന്നില്ല. ചില കാർഡുകൾ അയാൾ അപ്പോഴും പിടിച്ചു വയ്ക്കുന്നുണ്ട്.
അറിയില്ല എന്ന് പറയുന്നത് ആ കഥാപാത്രത്തിൻ്റെ എനിഗ്മ പ്രിസേർവ് ചെയ്യുവാനുള്ള ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ജോർജ് കുട്ടി എന്ന മനുഷ്യൻ എപ്പോഴും ഒരു സ്റ്റെപ്പ് മുന്നിലാണ്. ജോർജ് കുട്ടിയുടെ ആന്തരിക സംഘർഷങ്ങൾ മോഹൻലാൽ പൂർണ്ണമായും പുറത്തെടുത്തിരുന്നു എങ്കിൽ ആ ക്യാരക്ടർ തീർത്തും സിമ്പതറ്റിക് ആയേനെ, അല്ലെങ്കിൽ അയാളെ തീർത്തും ഒരു കുറ്റവാളി എന്ന രീതിയിൽ കണ്ടേനെ. ഇനി മോഹൻലാൽ പറയുന്ന കനോട്ട് ഷോ ഹിസ് റിയൽ ഇമോഷൻസ് എങ്ങനെയാണ് ജോർജ് കുട്ടിയിൽ വർക്ക് ചെയ്തത്? മോഹൻലാൽ തൻ്റെ പെർഫോമൻസ് കൺസീൽമെൻറ്റ് എന്ന കോൺസെപ്റ്റിലേക്ക് നേരിട്ട് ലിങ്ക് ചെയ്യുകയാണ്. ജോർജ് കുട്ടിക്ക് അയാളുടെ യഥാർത്ഥ ഫീലിങ്സ് പുറത്തു കാണിക്കുവാൻ പറ്റുകയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അയാളുടെ കള്ളത്തരം പൊളിയും. യു ഹാവ് ടു കാമൂഫ്ലാഷ് ആൻഡ് ആക്ട്. അതായത് ജോർജ് കുട്ടിക്ക് തൻ്റെ ചുറ്റുമുള്ളവരെ കബളിപ്പിച്ചുകൊണ്ട് എപ്പോഴും ഒരു ആക്ട് ഓഫ് ഡിസീറ്റ് ആണ് ചെയ്യേണ്ടത്. പ്രിട്ടൻ ത്രൂ ഔട്ട് ദ ഫിലിം. നേരത്തെ പറഞ്ഞ ജോർജ് കുട്ടിയുടെ ഡിസപ്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. അയാളുടെ നിഷ്കളങ്കത്വം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ അയാളുടെ നിരന്തരമായ പരിശ്രമം. ടെല്ലിങ് ദ ട്രൂത്ത് ബട്ട് ഹീ ഈസ് നോട്ട് ടെല്ലിങ് ദ ട്രൂത്ത്. അയാൾ സത്യമാണ് പറയുന്നത്, എന്നാൽ അയാൾ പറയുന്നത് സത്യമല്ല. വളരെ കോൺട്രഡിക്റ്ററി ആയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് നമുക്കിത് കാണുക അല്ലെങ്കിൽ തോന്നുക. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിൻ്റെ ക്യാരക്ടറിൻ്റെ എസൻസ് ആണ് ഇത്. കള്ളം പറയുമ്പോഴും അയാൾ സത്യസന്ധനാണ് എന്ന് തോന്നിപ്പിക്കുന്നു. സോ ഓപ്പോസിറ്റ് ആക്ടിങ് യു ഷുഡ് ഗീവ്. ഇതാണ് മോഹൻലാൽ അഭിനയത്തിൽ ആ കഥാപാത്രത്തിന് വേണ്ടി ചെയ്യണം എന്ന് പറയുന്ന സംഗതി. മോഹൻലാൽ എന്ന നടൻ്റെ ടെക്നിക്കിൻ്റെ ഒരു കോർ ആണ് ഇത്. തികച്ചും കുറ്റവാളിയായ ഒരു മനുഷ്യൻ എങ്ങനെയാണോ പെരുമാറുക അതിന് തീർത്തും വിപരീതമായി മറ്റൊരു രീതിയിൽ ആക്ട് ചെയ്യുക എന്നതാണ് ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിൻ്റെ കീ. ഈ ഒരു ഓപ്പോസിറ്റ് ആക്ടിങ് എല്ലാ സിനിമയിലും നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും വില്ലന്മാർ അവരുടെ സെൽഫ് മറച്ചു വെച്ചുകൊണ്ടാണ് അഭിനയിക്കുക. പക്ഷേ ഒരിക്കലും ഒരു സിനിമയിലും ത്രൂ ഔട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരാളും ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് ആക്ടിങ് കൊടുക്കാറുണ്ടാവില്ല, അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടാകില്ല. അപ്പോൾ എന്താണ് ഈ ഓപ്പോസിറ്റ് ആക്ടിങ്? ഒരു കഥാപാത്രത്തെ എങ്ങനെയാണോ അതിൻ്റെ തിരക്കഥാകൃത്ത് കൺസീവ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നത് അതിന് വിപരീതമായി അഭിനയിക്കുക എന്നതാണ് ഇത്. ഞാൻ ഈ പറഞ്ഞതും ഒരു തരത്തിൽ കൺഫ്യൂസിംഗ് ആയി തോന്നാം. തിരക്കഥാകൃത്ത് എഴുതി വെക്കുന്നത് തന്നെയല്ലേ നടൻ അഭിനയിച്ച് ഫലിപ്പിക്കുന്നത് എന്ന ചോദ്യം നിങ്ങൾ ചോദിച്ചേക്കാം. ശരിയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഓപ്പോസിറ്റ് ആക്ടിങ് എന്നത് ഓബ്വിയസ് ആയിട്ടുള്ള എന്താണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപരിതല ഇൻ്റർപ്രട്ടേഷൻ എന്താണോ അതിന് വിപരീതം, അഥവാ എന്താണോ സ്ക്രിപ്റ്റിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ആ കഥാപാത്രത്തിൻ്റെ ഒരു സെൽഫ്, അതാണ് എന്നാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എഴുത്തിനെ എതിർക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് അത് ഉൾക്കൊള്ളുവാൻ കൂടുതൽ സൂക്ഷ്മവും അപ്രതീക്ഷിതവുമായ ഒരു മാർഗം കണ്ടെത്തുന്നതിനെക്കുറിച്ചാണ്. ഇനി ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ. സ്ക്രിപ്റ്റാണ് കഥാപാത്രത്തിൻ്റെ ഫൗണ്ടേഷൻ അഥവാ അടിത്തറ. സ്ക്രിപ്റ്റ് കഥാപാത്രത്തിനെ സംബന്ധിക്കുന്ന ബേസിക് ഫാക്ട്സ്, അയാളുടെ മോട്ടിവേഷൻസ്, അയാളുടെ ബന്ധങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ചിത്രം നൽകുന്നു. ഇവിടെയാണ് മോഹൻലാലിനെ പോലൊരു പ്രതിഭാശാലിയായ നടൻ അതിന് ഓപ്പോസിറ്റ് ആക്ടിങ്ങിലൂടെ പുതിയ പുതിയ ലെയറുകൾ കൊണ്ടുവരുന്നത്. ആ നടൻ സ്ക്രീൻ പ്ലേയിൽ എഴുതി വെക്കാത്ത സബ് ടെക്സ്റ്റുകൾ കണ്ടെത്തുന്നു, കഥാപാത്രത്തിൻ്റെ ഹിഡൻ ഇമോഷൻസ് കണ്ടെത്തുന്നു, കൂടാതെ കഥാപാത്രത്തിൻ്റെ ഉള്ളിലുള്ള വൈരുദ്ധ്യങ്ങളെ തിരിച്ചറിയുന്നു. എന്നിട്ടോ കഥാപാത്രത്തിൻ്റെ ഈ ഡീപ്പർ ലെയേഴ്സ് പുറത്തെടുക്കുവാൻ അവർ വഴികൾ കണ്ടെത്തുന്നു. കഥാപാത്രത്തിൻ്റെ പുറമേയുള്ള പ്രകടനത്തിന് അത് വിപരീതമാണ് എന്ന് തോന്നുമെങ്കിലും ഇവിടെയാണ് അധികമാരും ചെയ്യാത്ത, എന്നാൽ അധികമാരും മനസ്സിലാക്കാത്ത ഓപ്പോസിറ്റ് ആക്ടിങ് എന്ന ടെക്നിക്ക് അനായാസം മോഹൻലാൽ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചില പ്രധാനപ്പെട്ട ഓപ്പോസിറ്റ് ആക്ടിങ്ങിൻ്റെ കീ പ്രിൻസിപ്പിൾസ് നടൻ മറന്നും കൂടാ. എന്തൊക്കെയാണ് ആ കീ പ്രിൻസിപ്പിൾസ്? ഒന്ന്, തിരക്കഥയുടെ ഉദ്ദേശ്യം എന്താണോ അതിനോട് 100% വിശ്വസ്തമായിരിക്കുക, നീതി പുലർത്തുക. രണ്ട്, തിരക്കഥയുടെ സബ് ടെക്സ്റ്റ് മനസ്സിലാക്കുക, നന്നായി മനസ്സിലാക്കുക. ആ കഥാപാത്രത്തിൻ്റെ ആന്തരിക ജീവിതത്തെക്കുറിച്ചും അയാളുടെ പ്രവർത്തികൾക്ക് അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം എന്താണ് എന്നതിനെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പോസിറ്റ് ആക്ടിങ് സാധ്യമാകൂ. മൂന്നാമത്തേത്, അതിൽ വേണ്ടുന്ന സൂക്ഷ്മതയും നിയന്ത്രണവുമാണ്. കഥാപാത്രത്തിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന ഇമോഷൻസ് നടൻ എക്സ്പ്രസ് ചെയ്യുന്ന സട്ടിൽ വേയ്സ് എങ്ങനെയാണ് എന്നതുപോലെ ഇരിക്കും ഇത്. ഉപരിപ്ലവമായിട്ടല്ലാതെ, എക്സാജറേറ്റഡ് ആകാതെ, അത് എക്സ്പ്രസ് ചെയ്യാതെ ഇരിക്കുന്നിടത്താണ് അയാളുടെ വിജയം. ഓപ്പോസിറ്റ് ആക്ടിങ് ചെയ്യുമ്പോൾ നടൻ അതിൽ ലെയേഴ്സ് ആഡ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഗുണം എന്താണ് എന്ന് വെച്ചാൽ അഭിനയം സങ്കീർണവും റിയലിസ്റ്റിക്കുമായി മാറും എന്നതാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിലെ വൈരുദ്ധ്യങ്ങൾ വെളിപ്പെടുന്നു. കാരണം എല്ലാ വ്യക്തികളും നമ്മൾ കാണുന്നത് പോലെ വെറും വൺ ഡൈമെൻഷണൽ വ്യക്തികൾ അല്ല. എങ്ങനെയാണ് ഈ ഓപ്പോസിറ്റ് ആക്ടിങ് വർക്ക് ചെയ്യുന്നത്? ഇത് നല്ലതുപോലെ സസ്പെൻസ് ഉണ്ടാക്കുവാൻ സഹായിക്കുന്നു. ഓഡിയൻസ് എപ്പോഴും അതിൻ്റെ പിറകെയാകും ചിന്തിച്ചു കൊണ്ടിരിക്കുക.
ദൃശ്യം 2 തന്നെ നല്ലൊരു ഉദാഹരണമാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്നും വരുണിൻ്റെ അസ്ഥികൂടം കണ്ടെടുക്കുന്ന നിമിഷം മുതൽ ജോർജ് കുട്ടി അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നറിയുവാൻ കാണികൾ മുഴുവൻ സമയവും കാത്തിരിക്കുകയായിരുന്നു. ഓപ്പോസിറ്റ് ആക്ടിംഗ് കഥാപാത്രത്തെ കൂടുതൽ സങ്കീർണമാക്കുകയും വിശ്വാസയോഗ്യമാക്കുകയും അതിലേറെ മാനുഷികം ആക്കുകയും ചെയ്യും. മാത്രമല്ല, കാണുന്നവരെ ടെൻഷൻ്റെ പീക്കിലേക്ക് കൊണ്ടുപോകുവാൻ ഈ ഓപ്പോസിറ്റ് ആക്ടിംഗ് സഹായിക്കും. ഇത് എങ്ങനെയാണ് ജോർജ് കുട്ടിക്ക് അപ്ലൈ ചെയ്യുക? ഭയം തോന്നേണ്ടുന്ന അവസരത്തിൽ പോലും അയാൾക്ക് നിർഭയനായി ശാന്തനായി ഇരിക്കുവാൻ ജോർജ് കുട്ടിക്ക് ആകുന്നു. കുറ്റബോധം തോന്നേണ്ടുന്ന സമയത്തെല്ലാം അയാളുടെ കൺസേൺ അയാളുടെ കുടുംബത്തെക്കുറിച്ച് മാത്രമാണ്. ഉത്കണ്ഠ ഉണ്ടാകേണ്ടുന്ന അവസരത്തിൽ എല്ലാം ജോർജ് കുട്ടി മെറ്റിക്കുലസ് ആയ പ്ലാനിങ്ങിലായിരുന്നു. അയാളുടെ കുടുംബത്തിന് വേണ്ടി ഒരു കുറ്റകൃത്യം ഒളിപ്പിച്ച് വെക്കണമെങ്കിൽ അയാൾ ഒരിക്കലും ഇമോഷൻസ് കാണിക്കുവാൻ പാടില്ല. അതാണ് ജോർജ് കുട്ടി നൽകുന്ന സന്ദേശം. ഞാൻ ഇതിനിടയിൽ പറഞ്ഞിരുന്നു ജോർജ് കുട്ടി അയാളുടെ കാർഡ്സ് എല്ലാം പുറത്തെടുത്തിട്ടില്ല എന്ന്. ദൃശ്യത്തിൻ്റെ 3ാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി കാർഡുകൾ പുറത്തെടുക്കുന്ന ജോർജ് കുട്ടിയാകും നമ്മൾ കാണുക എന്ന് കരുതാം. തീർച്ചയായും ശ്രീ ജീത്തു ജോസഫാണ് അത് തീരുമാനിക്കേണ്ടത്. ഭരദ്വാജ് രംഗനുമായുള്ള ഇൻ്റർവ്യൂ തീർച്ചയായും നിങ്ങൾ കാണണം. എങ്ങനെയാണ് മോഹൻലാലിനെ പോലെ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എന്ന് നമ്മുടെ യൂട്യൂബ് ഇൻ്റർവ്യൂവർമാർ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.